മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ നാളായി ഒരു ക്ലീനിങ് വ്ളോഗ് ചെയ്തിട്ട്. So I thought എന്നാ പിന്നെ ഇന്നൊരു ക്ലീനിങ് വ്ളോഗ് ആവാമെന്ന്. And I know a lot of you have been asking me cleaning vlog എന്തേ വീടൊന്നും ക്ലീൻ ചെയ്യുന്നില്ലേ and all of that. So anyways, today we are going to clean the house. It's going to be like a rapid clean and I'll try and get through as much as possible. എന്തൊക്കെ ചെയ്യാമെന്ന് പറ്റുമെന്ന് അറിയില്ല, but let's see. And also, I got my new tripod, which follows me around. There you go. So, like, in angle maati vekkal sambhavamonnum illa. I can just go around and do my job, and this is just gonna follow me. So, I am very excited to use it as well. So, yeah, follow along while I clean around. And welcome to my channel. നമുക്കെന്തായാലും ബെഡ്ഷീറ്റ് മാറ്റുന്നതിൽ വെച്ച് തന്നെ ആദ്യം തന്നെ തുടങ്ങാം. സോ ഇപ്പോൾ ഇവിടെ തണുപ്പാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വേർക്കുന്നൊന്നുമില്ല. ആൻഡ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഈ ക്വിൽറ്റ് കവർ മാറ്റുക എന്നുള്ളത്. കാരണം അത് ഭയങ്കര ഡിഫിക്കൾട്ടുമാണ്, നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അത് ഞാനൊരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴാണ് മാറ്റുന്നത്. പക്ഷെ നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് എല്ലാ ആഴ്ചയും മാറാൻ തന്നെ നോക്കാറുണ്ട്. പിന്നെ ഞാൻ പണ്ട് എപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല ഭയങ്കര ഭംഗിയുള്ള ഇങ്ങനെ പ്രിൻ്റൊക്കെ ഉള്ള ഷീറ്റൊക്കെ ഉണ്ടല്ലോ, അതായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് മാറ്റിയിട്ട് അടിയിൽ വിരിക്കുന്ന ഷീറ്റ് ഫിറ്റഡ് ഷീറ്റ്, നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഫിറ്റഡ് ഷീറ്റാക്കി. ആൻഡ് ഫിറ്റഡ് ഷീറ്റിലോട്ട് മാറ്റിയ പിന്നെ ബെഡ് മേക്കിംഗ് ഹാസ് ബിക്കം സോ മച്ച് ഈസിയർ. മറ്റേത് ഒരു സൈഡ് എടുക്കുമ്പോൾ മറ്റേ സൈഡ് പോകും, മറ്റേ സൈഡ് എടുക്കുമ്പോൾ മറ്റേ സൈഡ് എല്ലാം പുറത്ത് വരിക, അങ്ങനെയായിരുന്നു. അപ്പം ഈ ഫിറ്റഡ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റത്ത് തന്നെ ഇലാസ്റ്റിക് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് സോ മച്ച് ഈസിയർ ടു പുട്ട് ഓൺ ആൻഡ് അതങ്ങനെ മാറിപ്പോകത്തുമില്ല. സോ ദിസ് ഈസ് ഡെഫിനറ്റ്ലി സംതിങ് ഐ പ്രിഫർ നൗ. അപ്പോൾ ഇതാ ബെഡെല്ലാം മേക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ സൈഡ് ടേബിളെല്ലാം ഒന്ന് എംപ്റ്റി ചെയ്യണം. ഇപ്പോഴാണെങ്കിൽ ഇവിടെ നല്ല തണുപ്പ് തുടങ്ങിയ പിന്നെ ഉടനെ വരുന്ന സംഭവമാണ് കോൾഡ്, ചുമ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ പിള്ളേർക്ക് അതൊരു റൗണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കോൾഡും ഒക്കെ നല്ല ചുമയൊക്കെ മോനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതാ നെബിലൈസറും കാര്യങ്ങളും എല്ലാം പുറത്തെടുത്ത് വെച്ച് ഈ കോൾഡെല്ലാം വരുമ്പോഴത്തേനും പിന്നെ രാത്രി മൊത്തം ഡിഫ്യൂസർ ഓൺ ആക്കി വെക്കുക, അങ്ങനെ കുറേ ചടങ്ങുകൾ തുടങ്ങും. എനിവേസ് അപ്പം കോൾഡൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടും കൂടെയാണ് മൊത്തം റൂമൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം അപ്പോൾ വീണ്ടും അതേ ജേംസ് തന്നെ ഒന്നുകൂടെ ആവാതെ എല്ലാം ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആൻഡ് സോ ഞാൻ ചെയ്ത് വന്നപ്പോഴാട്ടോ മനസ്സിലായത് എത്രമാത്രം പൊടിയാണ് അവിടെ ഇവിടെയൊക്കെ ഉള്ളത്. ഈ പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ മുകളിലുള്ള പൊടി, അയ്യോ ഞാൻ ആലോചിക്കായിരുന്നു ഇതൊക്കെ തന്നെയാണല്ലോ നമ്മൾ ശ്വസിക്കുന്നതെന്ന്. എന്തായാലും എന്നെ അനങ്ങുന്ന ട്രൈപോഡ് അതിൻ്റെ ജോലി നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവൻ പണയം വെച്ച് ബെഡിൽ കൂടെ ഒക്കെ ചാടി കിടക്കുമ്പോൾ അത് നല്ല കറക്റ്റായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എനിവേസ് നമ്മുടെ മുകളിലത്തെ ഒരുപാട് ഏരിയാസിൻ്റെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് എടുത്തു. അപ്പോൾ തന്നെ നമ്മുടെ റൂം നല്ലൊരു ഫ്രഷ് സ്മെല്ലാണ് കേട്ടോ വന്നത്. എനിക്ക് ആ ഒരു ശരിക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യായിരുന്നു. പിന്നെ ബെഡിൻ്റെ അടിയിൽ ഒരു രക്ഷയില്ല, എത്ര സാധനമാണ് ആയി വരുന്നത്. ഈ ബെഡാണെങ്കിൽ ഒരു വല്ലാത്തൊരു സൈസാണ്. നമുക്കിങ്ങനെ സാധനങ്ങളൊന്നും ഇട്ട് നമുക്ക് തൂക്കാനോ ഒന്നും പറ്റത്തുമില്ല. ആൻഡ് അതിനുള്ള ഹൈറ്റും ഇല്ല. പക്ഷേ സാധനങ്ങളും പൊടിയും കയറാനുള്ള ഹൈറ്റ് ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ഞാനിതുപോലെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഡസ്റ്റർ വെച്ചിട്ടാണ് അതിൻ്റെ അകത്തുനിന്ന് സാധനങ്ങൾ എടുക്കുന്നത്. പിന്നെ മൊത്തം ഒന്ന് വൈപ്പ് ഡൗൺ ചെയ്തെടുത്തു. നമ്മൾ ഓരോ സ്പേസ് ഇങ്ങനെ വൃത്തിയാക്കുമ്പം ഒരു പാറ്റേൺ നമുക്ക് തന്നെ വേണം. അതായത് ഒന്ന് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ആ ഒരു ഏരിയ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് ജസ്റ്റ് മേക്സ് ഇറ്റ് ഈസിയർ ഫോർ അസ് ടു മാനേജ് ദി എൻറ്റയർ റൂം. ഇപ്പം ഞാൻ അടുത്ത ഏരിയയിലോട്ട് പോവുകയാണ്. ഇത് ഞാൻ എൻ്റെ ഒരു സീറ്റിംഗ് കോർണറായിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. ഇതിൻ്റെ അകത്ത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും ഒരുപാട് സാധനങ്ങൾ ഡംപ് ചെയ്യാതിരിക്കാനായിട്ട്. ബിക്കോസ് എപ്പോഴെങ്കിലും ഒരു ഓപ്പൺ സ്പേസ് ഇങ്ങനെ അധികം യൂസ് ചെയ്യാത്തൊരു സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മളിവിടെ ഡംപ് ചെയ്തു പോകും. തുണികളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് കയ്യിലുള്ള സാധനം എടുത്ത് വെക്കാനൊരു സ്ഥലം, അങ്ങനെ. കാരണം ഈ ഒരു സ്പേസ് ഡംപിങ് ഗ്രൗണ്ട് ആകാൻ എളുപ്പമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ അവിടെ ഒന്നും വെക്കാണ്ടിരിക്കാൻ നോക്കും. കാരണം നല്ല ക്ലീനായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പണ്ടത്തെ പിള്ളേർ ഒരു കോട്ട് ഞാനിപ്പോൾ ഒരു സീറ്റിംഗ് കോർണറായിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്.
എന്തായാലും ഈ ഒരു പോർഷനും കൂടെ കഴിഞ്ഞു. ഇനി ഡംപിങ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ എൻ്റെ ഡംപിങ് ഗ്രൗണ്ടാണ് ഇപ്പം എൻ്റെ വീട്ടിലെ ഒരു ചാലഞ്ച് എന്ന് പറയാനായിട്ട് ഈ ഒരു ചേഞ്ച് ടേബിൾ. ഇവിടെയാണ് ഈ ലോകത്തുള്ള സർവത്ര സാധനങ്ങളുള്ളത്. ആൻഡ് ഇത് വൃത്തിയാക്കുക എന്ന് പറയുന്നത് ഒരു ചാലഞ്ച് തന്നെയാണ്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. കുറച്ച് മാജിക് ഒക്കെ കാണിച്ച് പോയി ഫുൾ ക്ലിയർ. അടിപൊളിയായിട്ടില്ല. അത് ക്ലിയർതാന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അതിലെ മൊത്തം സാധനം ഞാനിവിടെ താഴോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ ഇത്ര സാധനം ഉണ്ടാവും എന്ന് ആരെങ്കിലും വിചാരിച്ചോ? ബട്ട് ദ ഗുഡ് തിങ് ഈസ് ഇപ്പം ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് കിയോസ്. ഇത് കണ്ടാൽ അങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് തോന്നില്ലെങ്കിലും ഇറ്റ് റിയലി ഇസ് ഓർഗനൈസ്ഡ്. കാണിച്ചു തരാം. സോ ഇത് കണ്ടോ, ഇവിടെ വി ഹാവ് ആക്ച്വലി കാറ്റഗറൈസ്ഡ് ഇറ്റ്. സോ ക്രീംസ് ഇവിടെ, ആൻഡ് മോസ്റ്റ് ഓഫ് ദി ഐറ്റംസ് കാണുമ്പോൾ അറിയാം ടോയ്സ് ആണ്. പിന്നെ ബുക്സ് അവിടെ. സോ അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇറ്റ് ബിക്കംസ് ഈസിയർ ടു പുട്ട് ഇറ്റ് അവേ. സോ നമ്മളിപ്പോൾ ഇതുപോലത്തെ ഭയങ്കര ഒരു ക്ലട്ടേർഡ് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നറിയാൻ പാടില്ല, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാൻ പാടില്ല, അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ദ ബെസ്റ്റ് തിങ് ടു ഡു ഇസ് ചെറിയൊരു പോർഷൻ മാത്രം എടുക്കുക. സോ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഈ ഒരു ടേബിൾ മാത്രമാണ്. സോ അതുപോലെ ചെറിയൊരു പോർഷൻ മാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തെ എല്ലാ സാധനങ്ങളും 1 by 1 ആയിട്ട് പുറത്തെടുത്ത് വെക്കാം. പക്ഷെ പുറത്തെടുത്ത് വെക്കുമ്പോൾ എല്ലാം കൂടെ ജസ്റ്റ് എടുത്ത് പുറത്ത് വെക്കാതെ അവിടെ തന്നെ എടുത്ത് വെക്കുന്ന ഓരോ ഐറ്റംസും നമ്മൾ ഇൻഡിവിജ്വലി ഓർഗനൈസ് ചെയ്യാം. അതായത് ഇവിടെ കണ്ടോ, സോ ഓൾ ദ ബുക്സ്, ഇപ്പോൾ ബുക്സ് എല്ലാം കൂടെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ബുക്സിൻ്റെ പുറത്ത് ബുക്സ് ആയിട്ട് ഇങ്ങനെ വെക്കുക. ആൻഡ് സെയിം തിങ് ടോയ്സ് എല്ലാം കൂടെ ഒരുമിച്ച് വെക്കുക. സോ ദെൻ ഇതിനൊക്കെ ഓരോ സ്പേസ് ഉണ്ട് ടു പുട്ട് ഇറ്റ് അവേ. സോ ടോയ്സ് ഒക്കെ ഇത്രയും ടോയ്സ് ഇവിടെ വന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് ലൈക്ക് പിള്ളേർക്ക് ടോയ് റൂം ഉണ്ട്, പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടൈം അവർ ടോയ് റൂമിലിരുന്നല്ല കളിക്കുന്നത്. അവർ നമ്മുടെ കൂടെ വന്നിരുന്ന് കളിക്കാനൊക്കെയാണ് അവർക്ക് ഇഷ്ടം. ആൻഡ് ഓഫ് കോഴ്സ് ടോയ്സ് ഒക്കെ ആണെങ്കിലും ഇറ്റ് ഈസ് ടു യൂസ്. സോ നമ്മൾ ടോയ് റൂമിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ അങ്ങനെ റൂൾസ് ഒന്നും വെക്കാറില്ല. ബിക്കോസ് പിള്ളേർക്ക് അവരുടെ മനസ്സ് തുറന്നിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു സ്പേസ് വേണമല്ലോ. ആൻഡ് കുറേ നമ്മൾ മറ്റേ പ്ലേ ടൈം ഒക്കെ കഴിയുമ്പോൾ ക്ലീനപ്പ് ഒക്കെ പറയും. പക്ഷെ എല്ലാ പ്ലേ ടൈം കഴിഞ്ഞിട്ടും എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് എടുത്ത് വെക്കലൊന്നും എപ്പോഴൊന്നും പ്രാക്ടിക്കൽ അല്ല. ദാറ്റ്സ് ജസ്റ്റ് ലൈക്ക് വിത്ത് കിഡ്സ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ കുറേ നാളായിട്ട് ഈ ഒരു ടേബിൾ അല്ലെങ്കിൽ ഇങ്ങനെ അക്യൂമുലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഈ ടേബിൾ കുറേ നാളിൽ ഏറ്റവും പറയുന്നത് നമുക്കിത് മാറ്റാം, ബിക്കോസ് ഇറ്റ്സ് ആക്ച്വലി എ ചേഞ്ച് ടേബിൾ. ആൻഡ് പിള്ളേരിപ്പം they don't even need it, or we don't use it anymore. എന്നാലും എനിക്കൊരു സ്പേസ് വേണം ജസ്റ്റ് ടു കീപ് തിങ്സ്. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും എടുത്ത് വെക്കാനായിട്ട് അങ്ങനെ ഒരു ഡംപിങ് ഗ്രൗണ്ട് ആയിട്ട് മാറിയിരിക്കുകയാണ്. So maybe I should actually look at throwing it, but ഇപ്പം എന്തായാലും ഇല്ല. I need the space. അല്ലെ നമ്മൾ എവിടെ വെക്കും സാധനങ്ങൾ, I don't want to sit and clean every day. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഈ സാധനങ്ങളെല്ലാം ഞാൻ 1 by 1 ആയിട്ട് തന്നെ എടുത്ത് തിരിച്ചു വെക്കട്ടെ. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ക്യാൻ ഓൾസോ ട്രൈ. ഒരു ചെറിയ സ്പേസിൽ ഇൻഡിവിജ്വലായിട്ട് സാധനങ്ങൾ വെക്കുക. ആൻഡ് അത് കാറ്റഗറൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വെക്കാനായിട്ട് ഇറ്റ് ബിക്കംസ് ഈസിയർ. നമ്മളിതുപോലത്തെ ഒരു സ്പേസ് ക്ലിയർ അപ്പ് ചെയ്യുമ്പോഴത്തേനും കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് സാധനങ്ങൾ തിരിച്ചു വെക്കാം. ബട്ട് നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ ഒരു ഡീക്ലട്ടറും കൂടെ ചെയ്യാം. പക്ഷെ ഞാൻ പേഴ്സണലി ഈ ടൈമിൽ ഡീക്ലട്ടർ ചെയ്യാതിരിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് ഡീക്ലട്ടർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് അത് ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. ആൻഡ് സംടൈംസ് നമ്മൾ ഈ ഡിസിഷൻ എടുക്കുക ആൻഡ് ഓൾസോ നമ്മൾ ക്ലീനപ്പും കൂടെ നടത്തുമ്പോഴത്തേനും സംടൈംസ് ഇറ്റ് ക്യാൻ ബി എ ലിറ്റിൽ ഓവർവെൽമിങ്. സോ നമ്മൾ ഡീക്ലട്ടർ ചെയ്യുമ്പം അതിൻ്റേതായ ഒരു മൈൻഡ് സെറ്റിൽ, അതായത് ഇന്ന് ഞാൻ ഡീക്ലട്ടർ ചെയ്യാൻ പോവാണ് എന്നൊരു മൈൻഡ് സെറ്റിൽ പോകുകയാണെങ്കിലാണ് ഇത് കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ഡിസിഷൻ മേക്കിങ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് നമുക്ക് തീരെ യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് നമുക്കറിയാമെങ്കിൽ അത് അപ്പം തന്നെ നമുക്ക് കളയുകയും കൂടെ ചെയ്യാം. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിവേസ് കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാനുണ്ടായിരുന്നു. ഈ സീസണലായിട്ടുള്ള സാധനങ്ങളൊക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഡിക്കോർ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാനിതുപോലെ ബെഡിൻ്റെ അടിയിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അവിടെയാണ് വെക്കാറ്. ഇപ്പോൾ കുറച്ച് ഈസ്റ്റർ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ അത് എടുത്ത് വെക്കാനുള്ള സാവകാശം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞിട്ട് ക്രിസ്മസ് എടുക്കാറായി, എന്നാൽ ഇപ്പോഴാണ് ഇത് വെക്കാനുള്ള സമയം കിട്ടിയതാണ്. അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് വെച്ചു. അതെടുത്ത് വെച്ചപ്പോഴാണ് ഇവിടെ കുറേ പിള്ളേരുടെ ഡ്രസ്സസും ഒക്കെ ഞാനിവിടെയാണ് വെക്കുന്നത്. സോ നമുക്ക് കുറച്ച്
യൂസ്ഫുൾ ആയിട്ട്, അതായത് കുറച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഡ്രസ്സസ് എല്ലാം, അല്ലെങ്കിൽ അവർക്ക് ചെറുതായ ഡ്രസ്സസ് ഞാൻ മാറ്റി വെക്കുന്ന ഡ്രസ്സസ് എല്ലാം ഞാൻ ഈ ബെഡിൻ്റെ അടിയിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതെടുത്ത് നോക്കിയപ്പോഴാണ് കുറേ ഡ്രസ്സ് മോൾക്ക് ഇപ്പോൾ യൂസ് ചെയ്യാവുന്ന കുറേ സാധനങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സസ്റ്റൈനബിൾ ഫാഷനിൽ ശരിക്കും വിശ്വസിക്കുന്ന ഒരാളാണ്. സോ ഇപ്പം നമ്മൾ ഈ ഓവർ കൺസംഷനൊക്കെ ആവുന്ന ഒരു ടൈമാണല്ലോ, ലൈക്ക് എവറിബഡി ജസ്റ്റ് വാണ്ട്സ് ടു ബൈ എ ലോട്ട് ഓഫ് ന്യൂ തിങ്സ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മാക്സിമം സസ്റ്റൈനബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് അപ്പോൾ നമ്മൾ ലെസ് വേസ്റ്റാണ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെറിയൊരു ഡൈവേർഷൻ ഡ്രസ്സസിലോട്ട് മാറിയിട്ടുണ്ടെങ്കിലും തിരിച്ച് വീണ്ടും ക്ലീനിങ്ങിലോട്ട് കയറി. ഇത് ഞാൻ ഒരു ഫുൾ ഹൗസ് റാപ്പിഡ് ക്ലീൻ എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും ഇപ്പോൾ ഇതൊരു റൂം ഡീപ്പ് ക്ലീൻ ആയിട്ട് മാറി. അത് പക്ഷേ എപ്പോഴും അങ്ങനെ കേട്ടോ, നമ്മളൊരു ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോഴാണ് ഇവിടെ ഇനിയുണ്ടല്ലോ ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അതിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. സോ എനിവേ ഇറ്റ് വാസ് നീഡഡ് ആൻഡ് ഐ എം ഗ്ലാഡ് ഐ ഗോട്ട് ദിസ് ഡൺ. സോ ഇനിയിപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് ഇനിയിപ്പം ഐ ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഡീപ്പ് ക്ലീനിങ് ദിസ് റൂം. ആൻഡ് ബാത്റൂം ആണെങ്കിലും ക്വിക്കായിട്ടൊന്ന് വൈപ്പ് ഡൗൺ ചെയ്ത് അതെല്ലാം കൂടെ ഒന്ന് ക്ലീനും കൂടെ ആക്കിയപ്പോഴത്തേനും ഈ ഒരു റൂം കംപ്ലീറ്റ് ആയിട്ട് റെഡിയായി. സോ ബട്ട് എനിവേ ഇറ്റ്സ് ടേക്കൺ എ ലിറ്റിൽ മോർ ടൈം ദാൻ ഐ വാണ്ടഡ് ഇറ്റ് ടു ടേക്ക്, ബട്ട് ഐ എം ഗ്ലാഡ് ഐ വാസ് ഏബിൾ ടു ഗെറ്റ് ദാറ്റ് സോർട്ടഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു സ്പേസ് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചെറിയൊരു ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഏരിയ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മൂഡ് വരും അടുത്തടുത്ത ഏരിയാസ് ചെയ്യാനായിട്ട്. എനിവേസ് ഒരു ഫുൾ ഹൗസ് ക്ലീൻ വിചാരിച്ച ഞാൻ ഒരു ബെഡ്റൂം ഡീപ്പ് ക്ലീനിലോട്ട് മാറി. But anyways, it's fine. I'm very happy with the final product and it was really overdue. സോ ഒരു തവണ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. But anyways, yes, so that was my cleaning today and I think I'm going to call it a day. ഇനിയിപ്പോൾ വേറൊന്നും ചെയ്യാനുള്ള ആരോഗ്യവും എനർജി ഇല്ല. But thank you for watching. Bye bye.